എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരും ഉദ്ധിതനായ യേശുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ അനുസ്മരിച്ച് ജെറൂസലേമിൽ നിന്ന് 11 കിലോമീറ്റർ അകലെയുള്ള എൽക്യുബൈബെ ഗ്രാമത്തിൽ പ്രത്യേക തിരുക്കർമ്മങ്ങളും പ്രദക്ഷിണവും നടത്തപ്പെട്ടു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരായ വിശുദ്ധ സൈമൺ, വിശുദ്ധ ക്ലിയോപ്പാസ് എന്നിവർക്കായി സമർപ്പിച്ചിരിക്കുന്ന ദേവാലയത്തിൽ വിശുദ്ധനാടിന്റെ മുഖ്യ സൂക്ഷിപ്പ് ചുമതലയുള്ള ഫാദർ ഫ്രാൻസിസ്കോ പാറ്റൺ ആഘോഷമായ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എമ്മാവൂസിലെ തങ്ങളുടെ വീടുകളിലേക്ക് ദുഃഖിതരായി മടങ്ങുകയായിരുന്ന 2 ശിഷ്യന്മാരെ പറ്റിയും അപ്പം മുറിച്ച് തന്നെ തിരിച്ചറിയുന്നതുവരെ യേശു അവരെ അനുഗമിക്കുകയും ചെയ്തതായുള്ള തിരുവെഴുത്തുകൾ സുവിശേഷ വായനയിൽ അനുസ്മരിക്കുന്നു. യേശു ഒപ്പം നടക്കുന്ന അനുഭവമാണ് എമ്മാവൂസ് സംഭവത്തിലൂടെ വെളിപ്പെടുന്നതെന്ന് വചന സന്ദേശം പങ്കുവയ്ക്കപ്പെട്ടു. പാരമ്പര്യമനുസരിച്ച് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ കണ്ടുമുട്ടുന്നതായി ലൂക്കാ സുവിശേഷകൻ പറയുന്ന ഈ ഗ്രാമത്തിലെ ഉദ്ഖനനങ്ങൾ ഒരു കുരിശുയുദ്ധം ബസിലിക്കയുടെ അവശിഷ്ടങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയും അതിൽ ഒരു പുരാതന വസതി കണ്ടെത്തുകയും അത് യേശു 2 ശിഷ്യന്മാരോടുമൊപ്പം സമയം ചെലവഴിച്ച ക്ലിയോപ്പാസിന്റെ വീടാണെന്ന് തിരിച്ചറിയുകയുമായിരുന്നു. ജെറുസലേം, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രാദേശിക വിശ്വാസികളും ചെറിയ ഗണം തീർത്ഥാടകരും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. പരിശുദ്ധ കുർബാനയുടെ അവസാനത്തിൽ പാരമ്പര്യപ്രകാരം അപ്പം ആശീർവദിക്കുകയും തുടർന്ന് സന്നിഹിതരായ എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.